അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു മലബാർ സ്നേക്ക് ഹെഡിനെ വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് നമ്മുടെ ആൽബിനോ ജയന്റ് ഗൗരാമിയായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ രണ്ടെണ്ണത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആൽബിനോ ജയന്റ് ഗൗരാമികളെ. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ വാങ്ങിയതാണ് ഇവരെ രണ്ടുപേരെയും. ഇവരുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ വാങ്ങിയ സമയത്താണ് ഈ രണ്ട് മലബാർ സ്നേക്ക് ഹെഡുകളെ നമ്മൾ വാങ്ങിയത്. പക്ഷേ അതിനുശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു 4 കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഫൂട്ടേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ആ ഒരു ഫൂട്ടേജ് വരും. അങ്ങനെ ടോട്ടൽ നമ്മുടെ കയ്യിലിപ്പോൾ 6 ഉണ്ട്. നമ്മൾ 6 വാങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വാങ്ങിയത് ഈ 2 എന്നിട്ട് നമ്മൾ ഇവരെ ടാങ്കിൽ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ രണ്ടാമത് വാങ്ങിയ 4 ടാങ്കിൽ കൊണ്ടുപോയി ഇടുന്നതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മലബാർ സ്നേക്ക് ഹെഡുകളെയാണ്. സ്നേക്ക് ഹെഡ് എന്ന് പറയാൻ കാരണം ഇവരുടെ തലയ്ക്ക് പാമ്പിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് സ്നേക്ക് ഹെഡ് എന്ന് പറയുന്നത്. മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറയുന്നത് ചന്ന ഡിപ്ലോഗ്രാമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പേരും കാര്യങ്ങളൊക്കെ, അറിയാത്തവർക്ക് കൃത്യമായിട്ട് കാണാനായിട്ടാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് മലബാർ സ്നേക്ക് ഹെഡ് എന്നാണ്. ചന ഡിപ്ലോഗ്രാമ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇന്ത്യയിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതിനെ നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ പുലിവാഹ, മയിൽവാഹ, അതുപോലെ തന്നെ നീലവാഹ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിൽ ഇതിൻ്റെ ശരീരത്തിലെ കളറ് മാറി മാറി വരുമ്പോഴാണ് ഈ ഒരു പല പല പേരുകൾ വരുന്നത്. അത് ആദ്യം പുലിവാഹ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഡിസൈനൊക്കെയാണ് വരുന്നത്. അത് കഴിയുമ്പോൾ ഫുള്ള് ബോഡി നീല കളറാവും. അങ്ങനെ നീല കളറാകുമ്പോഴാണ് നീലവാഹ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഭംഗിയുള്ളൊരു ഡിസൈൻ വരും, നീലയും. അത് ഞാൻ ചിത്രങ്ങളിലാണ് കണ്ടിട്ടുള്ളത് കൂടുതലും. നല്ല ഭംഗിയുള്ള അതിനെയാണ് മയിൽവാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മലയാളത്തിലുള്ള പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് സെയിം മീൻ തന്നെയാണ്. പക്ഷേ അത് ഓരോ ഗ്രോത്ത് സ്റ്റേജിലും വരുന്ന ഓരോ ശരീരത്തിൽ വരുന്ന ഓരോ പാറ്റേൺ അനുസരിച്ചാണ് ആ ഒരു പേര് വരുന്നത്. സെയിം മീൻ തന്നെയാണ്, പക്ഷേ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് പേര് മാറുന്നു, അത്രയേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ഫൂട്ടേജ്. അതായത് നമ്മൾ പെറ്റ് ഷോപ്പ് രണ്ടാമത് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ 4 കൂടി അഡീഷണൽ വാങ്ങി. ആ 4 ഇപ്പോൾ കവറിൽ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ശരീരത്തിലെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഈ ഒരു കളറല്ല ഓരോ സ്റ്റേജ് മാറുമ്പോഴും വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പല പല കളറിലേക്ക് മാറും. അപ്പോഴാണ് പല പേരുകളിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ശരിക്കും നാച്ചുറൽ ആംബിയൻസിലൊക്കെയാണ് ഇതിനെ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നാച്ചുറലായിട്ട് വളരുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ വരെയാണ്. പക്ഷേ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ നമ്മൾ വളർത്തുമ്പോൾ, അതായത് ടാങ്കുകളിലൊക്കെ ഇട്ട് നമ്മൾ വളർത്തുമ്പോൾ ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോ മുതൽ 4 കിലോ വരെയാണ് പറയുന്നത്. പിന്നെ ഇത് നല്ല പ്രിഡേറ്ററി സ്വഭാവമുള്ള മത്സ്യമാണ്. അതായത് മറ്റ് മീനുകളെയൊക്കെ, അതായത് ഇതിൻ്റെ വായിൽ ഒതുങ്ങുന്ന ചെറിയ മത്സ്യങ്ങളൊക്കെ ഇത് അറ്റാക്ക് ചെയ്ത് കഴിക്കും. അതുകൊണ്ട് മറ്റ് മീനുകളുടെ കൂടെയൊക്കെ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കടിക്കുന്ന മീനാണ്. അതായത് ഇതിനെ ഇട്ടിരിക്കുന്ന ടാങ്കിലൊക്കെ നമ്മൾ കൈ ഇടുകയോ അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലുകയോ ഒക്കെ ചെല്ലുമ്പോൾ ഇത് കടിക്കാറുണ്ട്, നല്ല രീതിയിൽ അറ്റാക്കൊക്കെ ചെയ്യാറുണ്ട്. പലരുടെയും കൈയും കാലൊക്കെ പൊട്ടിയതായിട്ട് നമ്മൾ യൂട്യൂബിൽ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം അഗ്രസീവായിട്ടുള്ളൊരു മീനാണ്. ഇതിന് നമുക്ക് പ്രൈസ് വന്നത്, നമ്മൾ ആദ്യം മേടിച്ച 2 ഫസ്റ്റ് ബാച്ചിന് നമുക്ക് വന്നത് പെയറിന് 120 രൂപയാണ്. പിന്നെ നമ്മൾ വാങ്ങിയതാണ് ഈ രണ്ടാമത്തെ ബാച്ച്, ഈ 4. ഇതിന് നമുക്ക് പ്രൈസ് വന്നത് പെയറിന് 150 രൂപയാണ്. ഈ ഒരു പ്രൈസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പിന്നെ ഇവരുടെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെറൈറ്റി. അതിനെ പറയുന്നത് ജയൻറ്റ് സ്നേക്ക് ഹെഡ് എന്നാണ്. അതിനെ നമ്മൾ വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഈ വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ പല ആൾക്കാരും അതിനെ വാങ്ങുന്നുണ്ട്. ജയൻറ്റ് സ്നേക്ക് ഹെഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ചന മൈക്രോപെൽസ് എന്നാണ്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോ മുതൽ 30 കിലോ വരെയാണ് പറയുന്നത് നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ. കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ നമ്മൾ ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ സൈസ് ഏകദേശം 10 കിലോ വരെ വരുന്നതാണ് പറയപ്പെടുന്നത്. വലിയ സൈസിലുള്ള ഒരു സ്നേക്ക് ഹെഡാണ്. അതിന് എനിക്ക് തോന്നുന്നു പെർ പീസിന് 1000 രൂപയൊക്കെ വില വരുന്നുണ്ട്. നമ്മൾ ഈ കാണിച്ച പോലത്തെ ഒരു പീസിന് ആ ഒരു മൈക്രോപെൽസ് ആണെങ്കിൽ, ചന മൈക്രോപെൽസ് അല്ലെങ്കിൽ ജയൻറ്റ് സ്നേക്ക് ഹെഡ് ആണെങ്കിൽ 1000 രൂപയൊക്കെ വില വരുന്നുണ്ട്. ആ ഒരു വലിയ സൈസ് ആവുന്ന ആ ഒരു വെറൈറ്റി ഇപ്പോൾ പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു മലബാർ സ്നേക്ക് ഹെഡിനെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മൾ ഇവർക്ക് സ്പെഷ്യലായിട്ടൊരു ടാങ്ക് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു ടാങ്ക് കുറച്ച് നാൾ മുമ്പ് സെറ്റ് ചെയ്തതാണ്. ഒരു ചെറിയ ടാങ്കാണ്. 7 അടി നീളമുണ്ട്, അതുപോലെ തന്നെ 4 അടി വീതിയുമുണ്ട്. പക്ഷേ ഡെപ്ത് വളരെ കുറവാണ്. കഷ്ടി 10 ഇഞ്ചാണ് ഡെപ്ത് വരുന്നത്, അതായത് ഹൈറ്റ് വരുന്നത്. ഇവരുടെ സൈസ് ചെറിയ സൈസ് ആയതുകൊണ്ട് ഈ ഒരു ടാങ്കിൽ കുറച്ച് നാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ടും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇവരുടെ ഹാബിറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാങ്ങിയതാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് വളർത്തുന്നത്. നമുക്കറിയാം ഈ സ്നേക്ക് ഹെഡുകൾ എന്ന് പറയുന്നത് അവർ ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന മീനുകളാണ്. ആൽഗ അടിച്ച വെള്ളത്തിലൊക്കെ അവർ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് പോകും. പിന്നെ ഈ മീനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റും. വെള്ളം കുറച്ച് മോശമായാലൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്ത് കാണിച്ചത് നമ്മൾ ആദ്യം വാങ്ങിയതാട്ടോ. ഞാൻ ഇപ്പോൾ വിരൽ ചൂണ്ടി കാണിക്കുന്നില്ലേ, അത് നമ്മൾ ആദ്യം വാങ്ങിയ 2 നമ്മൾ ഇതിനകത്തേക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് ക്ലോസപ്പ് ആയ സമയത്ത് നമുക്ക് കുറച്ച് കാണാൻ പറ്റി. പക്ഷേ
നമ്മൾ എന്താണെന്ന് അറിയില്ല, ക്യാമറയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ കൂടെ. പക്ഷേ ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ എനിക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിന് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് വാങ്ങിയ 4 എണ്ണത്തിനെയാണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോണത്. ഞാൻ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടാങ്ക് നമ്മൾ കുറച്ച് നാൾ മുമ്പ് കെട്ടിയതാണ്. ഇത് നമ്മൾ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. മാത്രമല്ല ചെടികൾ വളർത്താനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ കെട്ടിയൊരു ചെറിയ ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ആൽഗെ അടിച്ചിട്ടുണ്ട്. പച്ച നിറത്തിലാണ് വെള്ളം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായ സാൽവീനിയ എന്ന് പറയുന്ന ചെടി ചെറിയ രീതിയിൽ ബ്ലാക്കിഷ് കളർ വന്നപ്പോൾ നമ്മൾ എടുത്തു മാറ്റി. പിന്നെ ഇതിനകത്ത് അസോള കിടക്കുന്നുണ്ട്, ഡക്ക് വീഡ് കിടക്കുന്നുണ്ട്, പിന്നെ വാട്ടർ ക്യാബേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് എന്ന് പറയുന്ന ചെടിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിനകത്ത് കിടക്കുന്നത് അസോളയാണ്, ഫ്രെയിമിന് പുറത്ത് കിടക്കുന്നതാണ് ഡക്ക് വീഡ്. അതായത് ഡക്ക് വീഡ് നല്ല രീതിയിൽ വളരുന്നുണ്ട് ആൽഗെ അടിച്ചിട്ടാണെങ്കിലും. ആൽഗെ ഉണ്ട് വെള്ളത്തിൽ, പൂപ്പൽ നന്നായിട്ടുണ്ട്, എന്നിട്ടും അവർ കേടായിട്ടൊന്നും പോകുന്നില്ല. ആൽഗെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾക്ക് കേട് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സാൽവീനയ്ക്ക് പ്രശ്നം വന്നു. പിന്നെ നമ്മുടെ വാട്ടർ ക്യാബേജിന് പ്രശ്നം വന്നിട്ടില്ല, എങ്കിൽ അത് വളരുന്നില്ല ശരിക്കും. ഡക്ക് വീഡും അതുപോലെ തന്നെ അസോളയും നല്ല രീതിയിൽ ഈ ആൽഗെ വാട്ടറിൽ വളരുന്നുണ്ട്. കണ്ടില്ല, ഈ കാണുന്നതെല്ലാം അസോള എന്ന് പറഞ്ഞ ചെടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ഷെയ്ഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണം. മലബാർ സ്നേക്ക് ഹെഡുകൾക്ക് അവർ നല്ല ഹാപ്പി ആയിരിക്കും. ഷെയ്ഡ് ഇല്ലാത്ത ടാങ്കുകളിലും വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇവർ കൂടുതലും ഷെയ്ഡിനടിയിലൊക്കെ ചെന്ന് നിൽക്കുന്ന മീനുകളാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള തണലുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ ഇവർ നല്ല രീതിയിൽ ചാടുന്ന മീനുകളാണ്. അതുകൊണ്ട് നെറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കണം. ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലൊക്കെ ചെറിയ രീതിയിൽ ലൂസാണ്. നമുക്കൊരു ഡൗട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഇത് ചിലപ്പോൾ ചാടുകയാണെന്നുണ്ടെങ്കിൽ ആ നെറ്റിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ നെറ്റ് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവർ നല്ല രീതിയിൽ ചാടുന്ന മീനുകളാണ്. വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായി കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആൽഗെ അടിച്ച വെള്ളത്തിലൊക്കെയാണ് ഇവർ കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതേപോലെ മുകളിലിങ്ങനെ ചെടികൾ ഇങ്ങനെ പാട പോലെ നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺലൈറ്റ് വന്നാലും വലിയ പ്രശ്നമില്ല. ഇവർ കുറച്ച് വലിയ സൈസായി കഴിഞ്ഞാൽ പിന്നെ വേറെ ടാങ്കിലേക്ക് മാറ്റേണ്ടി വരും. കുറച്ച് ഡെപ്ത് കൂടിയ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെറിയ സൈസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. 7 അടി നീളമുണ്ട്, അതുപോലെ തന്നെ 4 അടി വീതിയുണ്ട്. ഡെപ്ത് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. പിന്നെ ഇത് എത്രത്തോളം നമുക്ക് സർവൈവ് ചെയ്യുന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതായത് തീറ്റ കൊടുക്കുമ്പോൾ ഇവർ എത്രത്തോളം തീറ്റ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജയൻറ്റ് ഗൗരാമികളൊക്കെ കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മളൊക്കെ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി പിറ്റേ ദിവസം തന്നെ അവർ ഫുഡ് എടുത്ത് തുടങ്ങാറുണ്ട്. അപ്പോൾ ഇവർ എത്രത്തോളം ഫാസ്റ്റായിട്ട് ഫുഡ് എടുത്ത് തുടങ്ങുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇവർ നോൺ വെജ് മാത്രം കഴിക്കുന്ന മീനുകളാണ്. അതായത് പെല്ലറ്റ് ഫുഡ് ഇവർ കഴിക്കില്ല. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡുകൾ, ഇപ്പോൾ ജയൻറ്റ് ഗൗരാമിയൊക്കെ ആണെങ്കിൽ ഈ കിടക്കുന്ന ചെടികളൊക്കെ അവർ കഴിക്കും നന്നായിട്ട്. ഈ പൊങ്ങി കിടക്കുന്ന ചെടികൾ കഴിക്കും, പെല്ലറ്റ് കഴിക്കും, നോൺ വെജും കഴിക്കും. ജയൻറ്റ് ഗൗരാമികളൊക്കെ എല്ലാ ഫുഡും കഴിക്കുന്ന മീനുകളാണ്. അതേസമയം ഈ ഒരു സ്നേക്ക് ഹെഡുകളാണെന്നുണ്ടെങ്കിൽ അവർ നോൺ വെജ് തന്നെയാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ അവർ പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടു പെല്ലറ്റ് കഴിക്കുന്ന മലബാർ സ്നേക്ക് ഹെഡുകൾ ഉണ്ട് വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒട്ടുമുക്ക സ്ഥലങ്ങളിലും വിൽക്കുന്ന സ്നേക്ക് ഹെഡുകളും നോൺ വെജ് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ ചെമ്മീൻ, മണ്ണിരകൾ, ഏതെങ്കിലും വേംസ് അല്ലെങ്കിൽ ചിക്കൻ്റെയൊക്കെ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള പീസുകളൊക്കെ നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താണ് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും അതുപോലെ തന്നെ ചെമ്മീനുമാണ്. മെയിനായിട്ട് ചെമ്മീനാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ചെമ്മീനൊക്കെ കിട്ടാണ്ട് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഫീഡ് കാര്യങ്ങളൊക്കെ ഇവർ എത്രത്തോളം ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോണത്. പിന്നെ നമുക്കറിയില്ല ഇത് ഈ 6 എണ്ണം ഇതിനകത്ത് സർവൈവ് ചെയ്യുമെന്നുള്ളത്. അതായത് ടാങ്ക് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവർക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടെന്നൊരു ടാങ്കിലേക്ക് വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ആവാനൊക്കെ ഉള്ള ഒരു പ്രോബ്ലം, അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ ടാങ്കിലെ വെള്ളത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നമൊന്നുമില്ല. അതുമായിട്ട് അഡാപ്റ്റ് ആവാനെടുക്കുന്ന ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു സമയത്താണ് ഇവർക്ക് സ്ട്രെസ്സ് വന്നിട്ട് ചത്തൊക്കെ പോകുന്നത്. എന്തായാലും എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾ 2 എണ്ണത്തിന് ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഒരെണ്ണം ഒരു സൈഡിൽ വന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ബാക്കി പിന്നെ ആഡ് ചെയ്ത 4 എണ്ണവും വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണം മാത്രം ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. മീനുകൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീനുകളാണ്. വലിയ ടാങ്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ 6 എണ്ണത്തിനെയൊക്കെ വാങ്ങി ഇട്ട് വളർത്താം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീനുകളാണ്. ഇവർ നോൺ വെജൊക്കെ കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നത് ഞാൻ മറ്റ് യൂട്യൂബ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു മീനെ വളർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഈ ഒരു മീൻ പെറ്റ് ഷോപ്പുകളിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അക്വേറിയം ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് കിട്ടും.
പിന്നെ ഞാൻ ചെറിയ 2 ടാങ്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയ സാൽവീനിയും അതുപോലെ തന്നെ ഇതിൽ ഗ്രോത്ത് സ്റ്റോപ്പായി നിൽക്കുന്ന നമ്മുടെ വാട്ടർ ക്യാബേജും സെപ്പറേറ്റ് ടാങ്കിലിട്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മുടെ ജയൻറ്റ് ഗൗരാമികൾക്ക് ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.